നമസ്തേ, ഞാൻ ശാക്തേയ മന്ത്രിപീഠമാചാര്യൻ ജയകുമാർ ശർമ്മ. എങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്? അതിൻ്റെ ലളിതമായ രൂപം ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ തലയിൽ ഒരു കുടം എണ്ണയുമായി എങ്ങനെയാണോ നടന്നു പോകുന്നത്, എണ്ണ തുളുമ്പാതെ അങ്ങനെയായിരിക്കണം പ്രദക്ഷിണം വയ്ക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഇതാണ്: വളരെ പതുക്കെ കാലടികൾ വെച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം നടത്താൻ. കൈ വീശി പ്രദക്ഷിണം നടത്തരുത്. നാമം ജപിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം നടത്താൻ. അതായത് കാലടികൾ വളരെ പതുക്കെ വെച്ചുകൊണ്ട് വേണം. കൈ നമ്മൾ അഞ്ജലിബദ്ധരായിട്ട്, അതുകൊണ്ട് കൂട്ടുകൈയോടുകൂടി വേണം നടക്കാനായിട്ട്. നാമം ജപിച്ചുകൊണ്ട് വേണം നടക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളിൽ പലരും ഇങ്ങനെ തന്നെയാണോ പ്രദക്ഷിണം വയ്ക്കണേ എന്നുള്ളത്? പലരും ദേവന്റെ നടക്കുന്ന തിരിഞ്ഞാൽ പിന്നീട് വർത്തമാനം ആരംഭിക്കും. പിന്നീട് വർത്തമാനം നിർത്തുന്നത് പ്രദക്ഷിണം പൂർത്തിയാകുമ്പോഴാണ്. ഒരു കാരണവശാലും ഭഗവത് നാമം അല്ലാതെ ഒന്നും ചുണ്ടത്ത് വരാൻ പാടില്ല.